ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിനി മുബ്തദഉൻ മർഫൂൻ അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ പോവാം. പിന്നെ ഖബറുൻ മർഫൂൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കലിമ എന്താണെന്ന് പഠിച്ചു. പിന്നെ മറ്റേ കലിമ മൂന്നിനാണ്. അത് ഇസ്മാകാം, ഫീലാകാം, ഹർഫാകാം. ഇസ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് മനുഷ്യരുടെ പേരുകളാകാം. ഫാത്തിമ, റാഷിദ്, മുഹമ്മദ്. മൃഗങ്ങളാകാം, ആന, പൂച്ച, കുതിര. പിന്നെ ബുദ്ധിയില്ലാത്തതാകാം, മറ്റ് ബുദ്ധിയില്ലാത്തത്, വാഹനം, കാറ്, മസ്ജിദ്, വീട്, നക്ഷത്രം, സൂര്യൻ. ഇതെല്ലാം എന്താണ് ഇസ്മിലപ്പെടുത്തിയത്. പിന്നെ അവൻ, അവൾ, ഞാൻ, ഞങ്ങൾ, ഇതൊക്കെ എന്താണ് ഇസ്മിലപ്പെടുത്തിയത്. ബാദ ശേഷം, കബില മുമ്പ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ കലിമകൾ ഒന്നിൽ കൂടുതൽ കലിമകൾ, വാക്കുകൾ തർക്കീബാവും. വാക്കുകളുടെ ഒരു കൂട്ടം. ആ വാക്കുകളുടെ കൂട്ടം ഒന്നിക്ക് ഷിബുഹ് ജുംലയാകാം, അല്ലെങ്കിൽ ജുംല മുഫീദയാകാം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഷിബുഹ് ജുംല എന്ന് പറഞ്ഞൊരു ഫ്രേസാണ്, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല, ഒരു പൂർണ്ണ വാക്യമല്ല ഷിബുഹ് ജുംല. ഇപ്പോൾ ഫിൽ മസ്ജിദി, മസ്ജിദിൽ. അപ്പോൾ അത് പൂർണ്ണ വാക്യമല്ല, അതും വാക്കുകളുടെ ഒരു കൂട്ടാണ്. പക്ഷേ കാരണം ഒന്നിൽ കൂടുതൽ കലിമ ഉണ്ട്. ഫി ഒരു കലിമയാണ്, മസ്ജിദ് വേറൊരു കലിമയാണ്. അപ്പോൾ രണ്ട് കലിമയായി. അപ്പോൾ അതെന്തായി, വാക്കുകളുടെ ഒരു കൂട്ടായി. അപ്പോൾ തർക്കീബായി. പക്ഷേ അപൂർണ്ണമാണ്, കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല. അപ്പോൾ വാക്കുകളുടെ കൂട്ടം ഷിബു ജുംലയാകാം, അല്ലെങ്കിൽ ജുംല മുഫീദയാകാം. കംപ്ലീറ്റ് സെൻറ്റൻസ്, പ്രയോജനകരമായ ഒരു വാക്യം, പൂർണ്ണവാക്യം. അതിനാണ് ജുംല മുഫീദ എന്ന് പറയാം. പിന്നെ നമ്മൾ പഠിച്ചു ജുംല മുഫീദ രണ്ട് തരമുണ്ട്. അൽ ജുംലത്തുൽ ഇസ്മിയയും അൽ ജുംലത്തുൽ ഫീലിയയും. അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസ്, വാക്യം. ജുംല എന്ന് പറഞ്ഞാൽ വാക്യം. അപ്പോൾ ഏതൊക്കെ ഇസ്മ നമ്മൾ പഠിച്ച, ഹുവനെ കൊണ്ട് സെൻറ്റൻസ് തുടങ്ങാം, അപ്പോൾ അത് ജുംല ഇസ്മിയാകും. ഹാദിനെ കൊണ്ട് സെൻറ്റൻസ് തുടങ്ങാം, അത് ജുംല ഇസ്മിയാകും. മുഹമ്മദുൻ കൊണ്ട് സെൻറ്റൻസ് തുടങ്ങാം, അപ്പോൾ അത് ജുംല ഇസ്മിയാകും. പിന്നെ പൂച്ചനെ കൊണ്ട് ജുംല ഇസ്മിയ തുടങ്ങാം, അപ്പോൾ അത് ജുംല ഇസ്മിയാകും. അപ്പോൾ ജുംല മുഫീദിയ ഒന്നിക്കൽ ജുംല ഇസ്മിയായിരിക്കും, അല്ലെങ്കിൽ ജുംല പിന്നെ ഫീലിയായിരിക്കും. ജുംല ഫീലിയ എന്ന് പറഞ്ഞാൽ ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ. ഫീല് കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ. ഫീൽ എന്ന് പറഞ്ഞാൽ ക്രിയ, വെർബ്. ക്രിയ എന്ന് പറഞ്ഞാൽ വെർബ്, ക്രിയ. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൽ ഇസ്മുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായിട്ട് എല്ലാ പിന്നെ അധ്യായങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇസ്മിനെ കുറിച്ച് പഠിക്കുന്നത്, ഇസ്മുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ഒരു ജുംല ഇസ്മിയ ആവണമെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവണം, എന്നാലേ അത് ജുംല ഇസ്മിയ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു പൂർണ്ണ സെൻറ്റൻസ്, ഒരു പൂർണ്ണ ജുംല ഇസ്മിയ എന്ന മുഫീദിയാണ്, പൂർണ്ണ സെൻറ്റൻസാണ്. അങ്ങനെ ഒരു പൂർണ്ണ സെൻറ്റൻസ് ജുംല ഇസ്മിയ ആകണമെങ്കിൽ അതിൽ മുബ്തദിയും ഉണ്ടാവണം, ഖബറും ഉണ്ടാവണം. മുബ്തദി ഉണ്ടാവണം, ഖബറും ഉണ്ടാവണം. എന്താ മുബ്തദ എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ആരംഭിക്കുന്ന ഇസ്മാണ് മുബ്തദ. എന്താ ഖബർ എന്നും നമ്മൾ പഠിച്ചു. ആ ഇസ്മിൽ നിന്ന്, ആ മുബ്തദയിൽ നിന്ന് കിട്ടുന്ന വാർത്ത എന്താണ്, അതാണ് ഖബർ. അപ്പോൾ ഹാദ കിതാബുൻ. അപ്പോൾ തുടങ്ങുന്ന ഇസ്മ എന്താ, ഹാദ. അപ്പോൾ ഹാദയാണ് മുബ്തദഉൻ. അതിൽ നിന്ന് കിട്ടുന്ന വാർത്ത എന്താ, കിതാബുൻ. അപ്പോൾ കിതാബുനാണ് ഖബറും. അപ്പോൾ ഒരു ജുംല ഇസ്മിയ ആണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകണം. മുബ്തദി ഉണ്ടാകണം, ഖബറും ഉണ്ടാകണം. ആരംഭിക്കുന്ന ഇസ്മും ഉണ്ടാകണം, അതിനെക്കുറിച്ച് കിട്ടുന്ന വാർത്തയും ഉണ്ടാകണം. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. അൽ കലമു മക്സൂരൻ. അൽ കലമു മക്സൂരൻ. കലം എന്ന് പറഞ്ഞാൽ പേന, മക്സൂർ എന്ന് പറഞ്ഞാൽ പൊട്ടിയത്. അപ്പോൾ അൽ കലമു മക്സൂർ എന്ന് പറഞ്ഞാൽ പേന പൊട്ടിയതാണ്. അപ്പോൾ ഇതൊരു ജുംല മുഫീദയാണ്. കാരണം എന്താ, ഇത് അതിലെ ജുംല ഇസ്മിയാണ്. കാരണം എന്താ, ഇത് ഒന്ന് ഇസ്മ കൊണ്ടാണ് ആരംഭിക്കുന്നത്. പിന്നെ അതെന്തുകൊണ്ടാണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത്?
കാരണം അതിൽ മുബ്തദയും ഖബറും ഉണ്ട്. ഏതാ മുബ്തദ? അൽ കലമു ആണ് മുബ്തദ. കാരണം കലമു കൊണ്ടാണ്, കലമു എന്ന ഇസ്മ കൊണ്ടാണ് ഈ ജുംല തുടങ്ങുന്നത്. അപ്പോൾ അൽ കലമു ആണ് എന്ത്? മുബ്തദ ഉൻ. ഇനി നമ്മൾ മുബ്തദൻ്റെ ഒരു നിയമം പഠിക്കാം. മുബ്തദൻ്റെ പ്രധാനപ്പെട്ട നിയമം. മുബ്തദന് എന്താണ്? എപ്പോഴും മർഫു ആയിരിക്കും. എപ്പോഴും മർഫു ആയിരിക്കും. ഈ ഉദാഹരണം തന്നെ എടുക്കാം. അൽ കലമു മക്സൂറുൻ. അപ്പോൾ ഏതാ മുബ്തദ? ആരംഭിക്കുന്ന ഇസ്മേത? അൽ കലമാണ്. അപ്പോൾ അൽ കലമാണ് മുബ്തദഉൻ. ഇനി ഇതെങ്ങനെ മർഫു എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? മർഫു അൽ കലമിലെ അവസാനത്തെ അക്ഷരം എന്താ? മീമ്. മീമിൻ്റെ മുകളിലുള്ള അടയാളം എന്താ? ലമ്മത്ത്. അപ്പോൾ ഒരു ഇസ്മിൻ്റെ അവസാനത്തെ അടയാളം ലമ്മത്താണെങ്കിൽ എന്താ ഇതിന് പറയുക? മർഫു. അപ്പോൾ അൽ കലമു എന്താ? മർഫൂൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക? അൽ കലമു മുബ്തദഉൻ മർഫൂൻ. ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടണ്ട. ഇത് ആവർത്തിച്ച് പറയുമ്പം അത് തന്നാലെ എന്താണ് നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി എന്താണ് പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? അൽ കലമു ആണ് മുബ്തദ. അത് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താ? ആ അൽ കലമു എന്ന ഇസ്മ കൊണ്ടാണ് ഈ ജുംല തുടങ്ങുന്നത്. ഇനി നമ്മൾ എന്ത് നോക്കണം? അതിൻ്റെ അടയാളം നോക്കണം. അടയാളം എന്താ? ലമ്മത്ത്. അൽ കലമു മീമിൻ്റെ മുകളിൽ ലമ്മത്താണ്. അപ്പോൾ ലമ്മത്തുള്ള ഇസ്മിന് എന്താ പറയുക? മർഫു. എന്താ മർഫു? എന്താ പറയുക? മർഫു. കാരണം അതിൻ്റെ അലാമത്ത്, അതിൻ്റെ അടയാളം ലമ്മത്താണ്. അലാമത്തു റഫ്ഹി അല്ലമ്മ നമ്മൾ പഠിച്ചതാണ്. റഫിൻ്റെ അടയാളം ലമ്മത്താണ്. റഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ലമ്മത്ത് കൊടുത്തു എന്ന്. അപ്പോൾ ലമ്മത്ത് കൊടുത്തു എന്ന് പറയുന്നതിനാണ് റഫ് ചെയ്യുക എന്ന് പറയുക. റാവ് ഫാവ് ഐന്. അതിൽ നിന്നാണ് മർഫു എന്ന പദം വരുന്നത്. അപ്പോൾ ഈ ലമ്മത്ത് ചെയ്ത ഇസ്മിന് എന്ത് പറയും? മർഫു. അപ്പോൾ അൽ കലമു അലാമത്തു റഫ് എന്താ? ലമ്മത്താണ്. റഫിൻ്റെ അടയാളം എന്താ? ലമ്മത്ത്. അങ്ങനെ ലമ്മത്തായ ഇസ്മിന് എന്താ പറയുക? മർഫു. അപ്പോൾ ഇവിടെ ഇസ്മ ഏതാ? കലമ് മുബ്തദയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ ഗ്രാമറിൽ പറയാം? അൽ കലമു മുബ്തദഉൻ മർഫൂൻ. അല്ലേ? രണ്ടും ശരിയാണ്. അൽ കലമു മുബ്തദുവാണ്, കാരണം ആ ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെന്താ? അൽ കലമ് അത് മർഫൂവാണ്. കാരണം എന്താ? അതിൻ്റെ അവസാനത്തെ അടയാളം ലമ്മത്താണ്. അപ്പോൾ എന്താ നിയമം? മുബ്തദിൻ്റെ നിയമം എന്താ? അപ്പോൾ മുബ്തദഉൻ എപ്പോഴും മർഫൂൻ ആയിരിക്കും. അപ്പോൾ അതാണ് മുബ്തദിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഖബർ നോക്കാം. ഖബർ 5 ഇനമുണ്ട്. 5 ടൈപ്പ് ഖബറുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് ഖബറാണ് നമ്മൾ ഇപ്പം പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഖബർ എന്താ? ആദ്യത്തെ ടൈപ്പ് ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണ്. അതായത് ഖബർ ഒറ്റ കലിമേ ഉണ്ടാവുള്ളൂ, ഒറ്റ വാക്കേ ഉണ്ടാവുള്ളൂ ഖബർ. ഖബർ പല ടൈപ്പുണ്ട്. 2 കലിമയിൽ വരുന്ന ഖബറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണെന്ത്? ആദ്യം നമ്മൾ പഠിക്കുക. ഇനി ഈ ഉദാഹരണം തന്നെ എടുക്കാം. അൽ കലമു മക്സൂറുൻ. പേന പൊട്ടിയതാണ്. അപ്പോൾ ഇതിനകത്ത് മുബ്തദ നമ്മൾ മനസ്സിലാക്കി. അൽ കലമു ആണ് മുബ്തദ. പിന്നെ അതിനെ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താണ്? അത് പൊട്ടിയതാണ്. അപ്പോൾ മക്സൂറിനാണ് ഖബർ. അപ്പം നോക്ക്, മക്സൂറിന് ഒറ്റ വാക്കാണോ? ഒറ്റ വാക്കാണ്. അപ്പോൾ ആ ഖബർ എന്താ? ഒറ്റ വാക്കാണ്. ഇവിടെ മക്സൂറിനാണ് ഖബർ. ആ ഖബർ എന്താണ്? ഒറ്റ വാക്കാണ്, ഒറ്റ കലിമേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ നിയമം എന്താ? അതും എപ്പോഴും എന്തായിരിക്കും? മർഫു ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ ഉദാഹരണം തന്നെ നോക്കാം. മക്സൂറിനാണ് ഖബർ അല്ലേ? നമുക്ക് കിട്ടുന്ന വാർത്ത എന്താ? പേന പൊട്ടിയതാണ്. അപ്പോൾ മക്സൂറിനാണ് ഖബർ. ഇനി മക്സൂറിൻ്റെ അവസാനത്തെ അക്ഷരമായ റുന്ന് നോക്ക്. റുന്നിൻ്റെ മുകളിൽ എന്താണ്? ലമ്മത്താണ്. അപ്പോൾ ലമ്മത്തായാൽ ആ ഇസ്മിന് എന്താ പറയുക? മർഫൂൻ. അപ്പോൾ മക്സൂറിന് എന്താവും? മർഫൂൻ. മക്സൂറിന് എന്താവും? മർഫൂൻ. ഇവിടെ ലമ്മത്തിൻ്റെ അടയാളം എന്താ? അലാമത്തു റഫ്. അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം. അലാമത്തു റഫ്ഹി അല്ലമ്മ. ലമ്മത്തിൻ്റെ അടയാളം എന്താ? അലാമത്തു റഫ്ഹി അല്ലമ്മ. റഫിൻ്റെ അടയാളം എന്താ? ലമ്മത്ത്. അപ്പോൾ റഫ് ചെയ്തു, അതായത് ലമ്മത്ത് കൊടുത്തു. അങ്ങനെ ലമ്മത്ത് കൊടുത്ത ഇസ്മിന് എന്താ പറയുക? മർഫൂൻ. അപ്പോൾ മക്സൂറിന് എന്താ? മർഫൂൻ. അപ്പോൾ എങ്ങനെ പറയാം? മക്സൂറുൻ ഖബറുൻ മർഫൂൻ. മക്സൂറുൻ ഖബറുൻ മർഫൂൻ അല്ലേ? നമ്മൾ നോക്ക്, മക്സൂറുൻ ഖബറാണോ? ഖബറാണ്.
ഇനി ഒറ്റ വാക്കിൽ വരുന്ന ഖബറാണോ? ഒറ്റ വാക്കേ ഉള്ളൂ. മക്സൂർ എന്നുള്ള ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബറിൻ്റെ അടയാളം എന്തായിരിക്കണം? ദമ്മത്തായിരിക്കണം. അപ്പോൾ ദമ്മത്താണോ? ദമ്മത്താണ്. മക്സൂറുൻ, റാൻ്റെ മുകളിൽ റുൻ. അപ്പോൾ അത് ദമ്മത്താകുമ്പോൾ അതിനെന്താ പറയുക? മർഫൂൻ. അപ്പോൾ മക്സൂറിന് എന്താ? ഖബറുൻ മർഫൂൻ. അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ എപ്പോഴും മർഫൂ ആയിരിക്കും. അപ്പോൾ ഖബറിൻ്റെ മറ്റ് 4 ഇനങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കും. അപ്പോൾ മുബ്തദഉൻ എപ്പോഴും മർഫൂ ആയിരിക്കും. അപ്പം നമ്മൾ മുബ്തദഉൻ മർഫൂ എന്നാണ് പറയേണ്ടത്. ഖബർ ഒറ്റ വാക്കിൽ വരുമ്പോൾ എപ്പോഴും മർഫൂ ആയിരിക്കും. അപ്പം നമ്മൾ ഖബറുൻ മർഫൂനാണെന്ന് പറയേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം.